ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ്. നമ്മുടെ ന്യൂ ജനറേഷൻ ലൈഫ് സ്റ്റൈലിൽ ഞാൻ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റിയൽ ആയിട്ടുള്ള പല കാര്യങ്ങളും അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, റിയൽ ആയിട്ടുള്ള നമുക്ക് മൂല്യബോധം നൽകുന്ന അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ട് തരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ലഭിക്കുവാനായിട്ട് പര്യാപ്തമാകുന്ന ഉന്നതമായിട്ടുള്ള ജീവിത മൂല്യങ്ങൾ പലതും അവഗണിക്കപ്പെടുകയും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് പറയാനുള്ള, ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള പ്രധാനമായിട്ടും 10 കാര്യങ്ങളാണ് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് ഒന്നാമത്തേത് ലക്ഷറിയാണ്, ആഡംബരഭ്രമമാണ്. രണ്ടാമത്തേത് ഫോണാണ്. മൂന്നാമത്തേത് ആൽക്കഹോളാണ്. നാലാമത്തേത് ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് ജീവിതശൈലിയാണ്. അഞ്ചാമതായിട്ട് ഡ്രഗ്സിന്റെ ഉപയോഗമാണ്. ആറാമതായിട്ട് സ്മോക്കിംഗ്. ഏഴാമതായിട്ട് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം. എട്ടാമതായിട്ട് ഗെയിമിംഗ് ആണ്. ഒൻപതാമതായിട്ട് സെലിബ്രിറ്റീസിനോടുള്ള ആരാധനയാണ്. പത്താമതായിട്ട് ഫാസ്റ്റ് ഡോപ്പമൈൻ കിട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയുമാണ്. ലക്ഷറി എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് പ്രദാനം ചെയ്യുന്നത് യഥാർത്ഥ സന്തോഷമായിരിക്കുകയില്ല, ആഡംബരഭ്രമം ഫേക്ക് ജോയിയാണ് കൊണ്ടുതരുന്നത്. അതുപോലെ തന്നെ ഫോൺ എന്ന് പറയുന്നത് ആരോഗ്യകരമായിട്ടുള്ള ഒരു ലൈംഗിക ജീവിതത്തിന് മാതൃകയാക്കാവുന്ന ഒന്നും തന്നെ അതിലുണ്ടാവില്ല. അത് പലപ്പോഴും കൊണ്ടുതരുന്നത് ഫേക്ക് സെക്സ് ആണ്. ആൽക്കഹോൾ നമുക്ക് സന്തോഷം കൊണ്ടുവരുന്നു, തമാശ കൊണ്ടുവരുന്നു, വിനോദം കൊണ്ടുവരുന്നു എന്നൊക്കെ നമ്മൾ കരുതുമെങ്കിലും നമുക്കത് യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത് ഫേക്ക് ഫണ്ണാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് ഒരു നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നും അതിൽ കാണുകയില്ല. അത് നമുക്ക് കൊണ്ടുവരുന്നത് ഫേക്ക് ഫുഡാണ്. അതുപോലെ തന്നെ ഡ്രഗ്സിന്റെ ഉപയോഗം, അത് നമുക്ക് കൊണ്ടുവരുന്ന സന്തോഷം യഥാർത്ഥമായിട്ടുള്ള ഒന്നല്ല, അത് ഫേക്ക് ഹാപ്പിനെസ് ആണ്. സ്മോക്കിംഗ് നമുക്ക് കൊണ്ടുവരുന്നത് ഫേക്ക് റിലാക്സേഷൻ ആണ്. സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം നമുക്ക് കൊണ്ടുവരുന്നത് ഫേക്ക് സോഷ്യലൈസേഷൻ ആണ്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ഗെയിമുകൾക്ക് നമ്മൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അത് നമുക്ക് കൊണ്ടുതരുന്നത് ഫേക്ക് എന്റർടൈൻമെന്റ് ആണ്. അതുപോലെ തന്നെ സെലിബ്രിറ്റീസിനെ നമ്മൾ സെലക്ട് ചെയ്ത് നമുക്ക് അവരുടെ റോൾ മോഡൽ ആക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ പലതും ഫേക്ക് റോൾ മോഡൽസ് ആണെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഫാസ്റ്റ് ഡോപ്പമൈൻ, സന്തോഷം പ്രധാനപ്പെടുന്ന ഹോർമോണുകൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തരുന്ന ഏതൊരു പ്രവൃത്തിയും പലപ്പോഴും അത് ഫേക്ക് ആയിട്ടുള്ള എന്റർടൈൻമെന്റ്സ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഈ 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇവയ്ക്കൊക്കെ അതിർവരമ്പുകൾ നിശ്ചയിക്കുവാനായിട്ട് നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വിജയകരമായ ഒന്നായിരിക്കും. കോട്ടയം JCI റോയൽസിന്റെ പ്രതിദിന വീഡിയോ സന്ദേശത്തിൽ ഒന്നാണ് ഇത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു.